Okay, okay. Yes. How are you? Fine, sir. Fine. Very good. Okay, very good, very good. Okay. ആരംഭിക്കാം. റെഡി അല്ലേ? ഓക്കെ 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 റെഡി റെഡി. അപ്പൊ നമ്മള് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞു. സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ഓഫ് വെർബ്. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞു. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല്. വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. ഇത്രയും നമ്മൾ പറഞ്ഞു നിർത്തിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അല്ലെ? ഇതല്ലേ നമ്മൾ പറഞ്ഞോളൂ. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് പുതിയ നമുക്ക് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യത്തെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, കാരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതാണ് പറഞ്ഞായിരുന്നു പ്രസന്റ് കണ്ടിന്യൂസ്. ഇത് പറഞ്ഞായിരുന്നു പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞായിരുന്നു. പറഞ്ഞു കഴിഞ്ഞായിരുന്നോ? ആ, അതിന് നെഗറ്റീവ് എന്ന് പറഞ്ഞു ഇല്ലല്ലോ. സാർ പ്രസന്റ് കണ്ടിന്യൂസ് തുടങ്ങിയായിരുന്നു, സ്റ്റാർട്ട് ആയിരുന്നു, എന്തോ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇത് പ്രസന്റ് കണ്ടിന്യൂസ്. ജസ്റ്റ് സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ. പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ അതിന്റെ സ്ട്രക്ചർ എഴുതിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഒന്ന് എഴുതിക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പ്ലസ് ഐക്ക്. നമുക്ക് പറയാം പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് PRESENT പ്രസന്റ് കണ്ടിന്യൂസ് CONTINUOUS പ്രസന്റ് കണ്ടിന്യൂസ്. അതിന്റെ താഴെ നമ്മൾ എഴുതുന്നത് സബ്ജക്ട് പ്ലസ് എസ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് ബി ING. സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പ്ലസ് ING. ഓക്കെ ഓക്കെ. ഇതാണ് നമ്മൾ ഇത്രയും വേണം പറഞ്ഞു നിർത്തിയതാണ് ഒരു ഓർമ്മ അല്ലെ നേരത്തെ പറഞ്ഞത്. വെരി ഗുഡ്. ഓക്കെ. പ്രസന്റ് കണ്ടിന്യൂസ്. ഇനി അപ്പോ ആ പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാചകത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. അവൾ വരികയാകുന്നു, ഷീ ഈസ് കമ്മിങ്. നിങ്ങൾ ഉറങ്ങുകയാകുന്നു, യു ആർ സ്ലീപ്പിംഗ്. ഞാൻ പഠിക്കുകയാകുന്നു, ഐ ആം സ്റ്റഡിയിങ്. അവർ വിളിക്കുകയാകുന്നു, ദേ ആർ കോളിംഗ്. ഓക്കെ. അപ്പൊ നിങ്ങളൊരു പ്രസന്റ് കണ്ടിന്യൂസിലുള്ള ഈസ് വരുന്ന, ആം വരുന്ന, ആറ് വരുന്ന ഓരോരുത്തരും 3 സെന്റൻസുകളൊന്ന് എഴുതി നിങ്ങൾ എഴുതിവിട്. പ്രസന്റ് കണ്ടിന്യൂസ് ഈസ് വന്നം, ആം വന്നം, ആറ് വന്നം. എക്സാമ്പിൾ പറയാം. ഐ ആം റീഡിങ്, ഹി ഈസ് നോട്ട് റീഡിങ്. ഓക്കെ 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 ഓക്കെ. അനിത ഐ ആം ഗോയിങ്. ഓക്കെ ശരി. ഐ ആം റണ്ണിങ്. I am writing. I am writing. Okay. I am cooking. We are studying. We are studying. She is working. She is working. I am studying. We are studying English. Sandhya. Okay. Yes. I am walking. They are dancing. Manisha. I am talking. Boy is playing. We are going to temple. I am singing. They are playing. Okay. She is singing. Okay. It is raining. I am watching a movie. They are attending the class. Okay.
ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈസ് വെച്ച് എഴുതാൻ അറിയാം, ആം വെച്ച് എഴുതാൻ അറിയാം, ആർ വെച്ച് എഴുതാൻ അറിയാം. സെന്റൻസ് ഒക്കെ കറക്റ്റ് ആണ്. ഐ ആം ലിസണിങ്, ഈസ് ലിസണിങ്. ഓക്കെ 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 ഓക്കെ. വി ആർ ഗോയിങ് ടു ടൂർ. ഓക്കെ ഓക്കെ, റെഡിയാണ്. ഇതിന്റെ അകത്ത് നമുക്ക് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന സമയത്തുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് പരിഗണിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത്, ഇനി ഇതിന്റെ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് വരും? ഞാൻ ഓക്കെ, ദേ ആർ ഗോയിങ്, ഐ ആം മീറ്റിംഗ്, ഐ ആം സിംഗിങ്. ഓക്കെ 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 ഓക്കെ. ഓക്കെ ഓക്കെ. നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നു, ഐ ആം ടീച്ചിങ് എന്ന് പറയാം. ഞാൻ പഠിപ്പിക്കുകയാകുന്നില്ല എന്നാണെങ്കിൽ ഐ ആം നോട്ട് ടീച്ചിങ്, ഐ ആം നോട്ട് ടീച്ചിങ്. നോട്ട് വെച്ച് പറഞ്ഞ് ഐ ആം നോട്ട്. അപ്പോ അവൾ പഠിപ്പിക്കുകയാകുന്നില്ല എന്ന് പറയുമ്പോൾ ഷീ ഈസ് നോട്ട് ടീച്ചിങ്, ഷീ ഈസ് നോട്ട് ടീച്ചിങ്. അവൻ ഉറങ്ങുകയാകുന്നില്ല എന്ന് പറയുമ്പോൾ ഹി ഈസ് നോട്ട് സ്ലീപ്പിംഗ്. ഓക്കെ, ഐ ആം നോട്ട് സിംഗിങ്, സന്ധ്യ. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. I am not writing. ഐ ആം നോട്ട് റൈറ്റിംഗ്. ഓക്കെ, ഐ ആം നോട്ട് റൈറ്റിംഗ്. Bo is not playing cricket. Okay, okay, okay. I am going. I am not. She is not coming. I am not going. It is not raining. He is not sleeping. Okay, 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 okay. റെഡിയാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി വേണം. അത് വേണ്ടത്, ഇത് തന്നെ നമുക്കൊരു ഇന്ററോഗേഷൻ, ചോദ്യമായിട്ട് മാറ്റേണ്ടതാണ്. ഒരു ചോദ്യമായിട്ട് മാറ്റുക. ചോദ്യമായിട്ട് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നിങ്ങൾ പഠിക്കുകയാകുന്നു, യു ആർ സ്റ്റഡിയിങ്. നിങ്ങൾ പഠിക്കുകയാകുന്നില്ല, യു ആർ നോട്ട് സ്റ്റഡിയിങ്. അത് കേട്ട് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത ചോദ്യം, നിങ്ങൾ പഠിക്കുകയാകുന്നോ? അത് നമ്മൾ ചോദ്യമായിട്ട് മാറ്റരുത്, നിങ്ങൾ പഠിക്കുകയാകുന്നു. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. യെസ്, സന്ധ്യ ഇത് കറക്റ്റാണ്. നിങ്ങൾ പഠിക്കുകയാകുന്നില്ല എന്നുള്ളതിന് യു ആർ നോട്ട് സ്റ്റഡിയിങ് എന്നാണ്. അതിൽ ആ നോട്ട് അങ്ങോട്ട് കളയുക, എന്നിട്ട് ആർ എന്നുള്ളത് ആദ്യം പറയുക. അപ്പൊ എന്തായി? ആർ യു സ്റ്റഡിയിങ്? നിങ്ങൾ പഠിക്കുകയാകുന്നു. അവൻ വായിക്കുകയാകുന്നില്ല എന്നുള്ളതിന് ഹി ഈസ് നോട്ട് റീഡിങ് എന്ന് പറയും. അവന് വായിക്കുകയാകുന്നു എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ നോട്ട് അങ്ങോട്ട് കളയുക, ഈസ് എന്നുള്ളത് ആദ്യം പറയാം. അപ്പൊ എന്തായി? ഈസ് ഹി റീഡിങ്? അവൻ വായിക്കുകയാകുന്നു. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടാൻ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ അതെന്തായിട്ട് മാറുന്നത്? അതൊരു ചോദ്യമായിട്ട് മാറും. ഓക്കെ, ഇനി ഞാൻ ചിന്തിക്കുകയാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുകയാകുന്നില്ല എന്നാണെങ്കിൽ ഐ ആം നോട്ട് തിങ്കിങ്. നോട്ട് കളയുന്നു, ആം എടുത്ത് ആദ്യം പറയുന്നു. അപ്പൊ ആം ഐ തിങ്കിങ്? ഞാൻ ചിന്തിക്കുകയാകുന്നു, ആം ഐ തിങ്കിങ്? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്? ഇതിന്റെ ശരിയാണ് പറഞ്ഞത്. ഇതിന്റെ വെർബ് എടുത്തിട്ട് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? അത് ചോദ്യമായിട്ട്. എപ്പോഴും അതൊരു ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോ ആർ യു തിങ്കിങ്? യെസ്, ഐ ആം തിങ്കിങ്. ആർ യു ലിസണിങ്? യെസ്. അല്ലെങ്കിൽ നോ, ഐ ആം നോട്ട് ലിസണിങ്. അല്ലെങ്കിൽ യെസ്, ഐ ആം ലിസണിങ്. ഈ രീതിയിൽ നമുക്ക് അതിന്റെ ഉത്തരം നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഞാനിത് വേറൊരു കാര്യം കൂടി കൂടെ നിങ്ങളോട് ചോദിക്കുന്നത്, ഇതിന്റെ തന്നെ ഒരു പാസീവ് വോയിസ് എഴുതണമെന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുമെന്ന് അറിയാമോ? ഇതിന്റെ തന്നെ ഒരു പാസീവ് വോയിസിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പറയാം എന്നറിയാമോ? എനിബഡി? യെസ്, ഞാൻ മലയാളത്തിൽ ഒരു വാചകം പറയാം. രാമൻ പാമ്പിനെ കൊന്നു. രാമൻ പാമ്പിനെ കൊന്നു. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് വേർഡ് രാമനാണ്. ഇനി ഞാൻ ഈ രാമൻ പാമ്പിനെ കൊന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് പറയണം. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ഇതേ ആശയം തന്നെ ഇരിക്കണം. പക്ഷെ ആദ്യത്തെ വാക്ക് പാമ്പ് എന്നായിരിക്കണം. ഒന്ന് പറഞ്ഞു. Snake killed by Rama. സ്നേക്ക് കിൽഡ് ബൈ രാമ.
മലയാളത്തിൽ പറയുമ്പോൾ പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. ശരിയാണ്, പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. ഓക്കെ, ഇനി അതിനകത്ത് ശരിയാണോ തെറ്റാണെന്ന് ഞാൻ പറയണില്ലല്ലോ. ഇനി വേറെ ആർക്കെങ്കിലും പറയാതെങ്കിൽ പറഞ്ഞു. യെസ്, സ്നേക്ക് വാസ് കിൽഡ് ബൈ രാമൻ. അടുത്തത് ഒരാൾ എഴുതിയ സ്നേക്ക് വാസ് കിൽഡ് ബൈ രാമൻ. സ്നേക്ക് കിൽഡ് ബൈ രാമൻ, സന്ധ്യ ഷിബു. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, എന്നാലും പകുതി ശരിയാണ്. ഈ ആർക്കെങ്കിലും ഓക്കെ 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 ഓക്കെ. സ്നേക്ക് ഈസ് കിൽഡ് ബൈ രാമ, അക്ഷര രതീഷ്. ഓക്കെ, നമ്മൾ പലപ്പോഴും ഈ സംഗതി പല സ്ഥലത്തും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ആ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നോക്കാം. നമ്മളിവിടെ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ്. പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിലാണ് ഒരു ചോദ്യം എഴുതിയിരിക്കുന്നത്. പല്ലവി ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒരു പ്രസന്റ് കണ്ടിന്യൂസിലാണ് ഒരു ചോദ്യം എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സബ്ജക്റ്റ് ആദ്യം എഴുതി, പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, പിന്നെ വെർബ് എഴുതി, അതിന്റെ കൂടെ ing വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് പ്രസന്റ് കണ്ടിന്യൂസിലാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു വാചകം പറയാണ്. രാമ കിൽഡ് എ സ്നേക്ക്. രാമൻ എന്ത് ചെയ്തു? ഒരു പാമ്പിനെ കൊന്നു. അപ്പൊ രാമയുണ്ട്, കിൽഡ് കൊന്നു, അത് വെർബാണ്. എ സ്നേക്ക് അതെന്താണ്? ഓബ്ജക്റ്റ് ആണ്. രാമ കിൽഡ് എ സ്നേക്ക് എന്ന് പറയുമ്പോൾ രാമൻ പാമ്പിനെ കൊന്നുണ്ടായി. രാമ കിൽഡ് എ സ്നേക്ക്. അപ്പൊ രാമൻ പാമ്പിനെ കൊന്നു. ഇതിന്റെ അകത്ത് രാമൻ എന്നുള്ള സബ്ജക്റ്റ് ആണ്. രാമൻ എന്താണ്? സബ്ജക്റ്റ്. രാമൻ ചെയ്ത പ്രവൃത്തി എന്താണ്? കൊന്നു, അത് വെർബാണ്. എന്തിനെയാണ് കൊന്നത്? ഓബ്ജക്റ്റ്, അതാണ് എ സ്നേക്ക്, ഒരു പാമ്പിനെ. അപ്പൊ ഇതിൽ എല്ലാ പാസീവ് വോയിസും നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിലെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് എടുത്തുകൊണ്ട് നമുക്ക് അടുത്ത പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം എഴുതാം. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമാണ് ഓബ്ജക്റ്റ്. ഇവിടെ നമ്മൾ നോക്കിയാണ് രാമ കിൽഡ് എ സ്നേക്ക്. എന്തിനെ കൊന്നു? പാമ്പിനെ കൊന്നു. അപ്പൊ എ ഓബ്ജക്റ്റ് എന്താണ്? എ സ്നേക്ക്. ഓക്കെ, ഇനി ഇപ്പൊ ഈ പറഞ്ഞ സെന്റൻസ് ഞാൻ പ്രസന്റ് കണ്ടിന്യൂസിലോട്ടൊന്ന് മാറ്റിയാണ്. രാമ ഈസ് കില്ലിങ് എ സ്നേക്ക് എന്നാണ് ചെയ്യുന്നത്. രാമ ഈസ് കില്ലിങ് എ സ്നേക്ക്. നോക്കി, പ്രസന്റ് കണ്ടിന്യൂസ് ആണല്ലോ. എങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റ് രാമ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറില്ല, ഈസ് ഉണ്ട്, വെർബിന്റെ കൂടെ ing, കിൽ എന്നുള്ള വെർബിന്റെ കൂടെ ing ഉണ്ട്. ബാക്കി ഓബ്ജക്റ്റ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് പരിഗണിക്കേണ്ടതില്ല. അപ്പൊ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടി. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇതിന്റെ പാസീവ് വോയിസ് എഴുതും. പാസീവ് വോയിസ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ എഴുതുമ്പോൾ ആദ്യം തന്നെ ഒബ്ജക്റ്റ് എഴുതും. തന്നിരിക്കുന്ന വാചകത്തിലെ ഒബ്ജക്റ്റ്. അപ്പോ നിങ്ങൾ അതിന്റെ അടിയിൽ ഒന്ന് എഴുതുക, OBJECT, ഒബ്ജക്റ്റ്. ആദ്യം ഒബ്ജക്റ്റ് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഒബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. ഈസ് ഒരു സ്ലാഷ്, ആം സ്ലാഷ് ആറ്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, ഏതെങ്കിലും ഒരെണ്ണമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ്, BEING, ബീയിങ്. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, അത് വി നിട്ടാ മതി, വി വെർബ്. ആ വി വെർബ് നിട്ടിട്ട് ആ വിയുടെ ബ്രാക്കറ്റിൽ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ചുരുക്കമായിട്ടാണ് ഞാൻ PP നിട്ടെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം.
ആ വെർബിന്റെ എന്തായിരിക്കണം വേണ്ടത്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വേണ്ടത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫോം. ഗോ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് വെന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ. ഓക്കെ. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ആയ ഒരു സെന്റൻസിന്റെ പാസീവ് വോയിസിലോട്ട് നമ്മൾ അതിനെ മാറ്റുകയാണെങ്കിൽ ഒബ്ജക്റ്റ് എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, ബീയിങ് എഴുതി, പിന്നെ വെർബ് എഴുതിയിട്ട് വേണം ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. ഇവിടെ നോക്കാം. ഇനി നമുക്ക് ഈ വാചകത്തോട്ട് വരാം. രാമ ഈസ് കില്ലിങ് എ സ്നേക്ക്. രാമൻ എന്ത് ചെയ്യാണ്? ഒരു പാമ്പിനെ കൊല്ലുകയാണ്. ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ചത്തിട്ടില്ല പാമ്പ്. ഓക്കെ. അപ്പൊ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. എന്തിനെ കൊല്ലുന്നു? ഒരു പാമ്പിനെ. അപ്പൊ അത് ഓബ്ജക്റ്റ് ആദ്യം എഴുതുക, എ സ്നേക്ക്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതി? എ സ്നേക്ക്. നിങ്ങൾ എഴുതുക എ സ്നേക്ക് എഴുതി. എ സ്നേക്ക്. അപ്പൊ ഒബ്ജക്റ്റ് കഴിഞ്ഞു. ഇനി വേണ്ടത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറാണ്. ഒരു പാമ്പല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? ഈസ് വരും അല്ലേ? ഒരു പാമ്പ്. സ്നേക്സ് എന്നായിരുന്നെങ്കിൽ ആറ് വന്നേനെ. ഈസ് വരും. ഓക്കെ, ഇതാ കറക്റ്റ് ആണ്. എ സ്നേക്ക് ഈസ്. അപ്പൊ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറില് ഈസ് വന്നു. പിന്നെ വേണ്ടത് എന്താണ്? ബീയിങ്. BEING, ബീയിങ്. പിന്നെ വേണ്ടത് എന്താണ്? വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വെർബ് എന്താണ്? കിൽ എന്നാണ് ഇവിടുത്തെ വെർബ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? കിൽ, കിൽഡ്, കിൽഡ്. KILLED. ഇതാണ് ഇതിന്റെ ആൻസർ. എ സ്നേക്ക് ഈസ് ബീയിങ് കിൽഡ്. വേണമെങ്കിൽ എ സ്നേക്ക് ഈസ് ബീയിങ് കിൽഡ് ബൈ രാമ എന്ന് വേണമെങ്കിൽ ചേർക്കാം. ഇതാണ് ഇതിന്റെ ആൻസർ. എ സ്നേക്ക് ഈസ് ബീയിങ് കിൽഡ്. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ ബീയിങ് ഒക്കെ കേൾക്കുമ്പോൾ സംശയം, അതതിന്റെ പാസീവ് വോയിസ് ആയിട്ട് പറഞ്ഞേക്കുന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയോ? ബീയിങ് കഴിഞ്ഞിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചപ്പോൾ പറയണം. നിങ്ങൾ മനസ്സിലാക്കുക, അത് അതിന്റെ പാസീവ് വോയിസ് ആയിട്ട്. രാമൻ പാമ്പിനെ കൊന്നു എന്നുള്ളതിന് പറയുന്നതിന് പകരം പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഇവിടെ പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാകുന്നു. രാമൻ പാമ്പിനെ കൊല്ലുകയാകുന്നു എന്നുള്ളതിന് പകരം പാമ്പ് രാമനാൽ കൊല്ലപ്പെടുകയാകുന്നു. ഓക്കെ, അതിന്റെ പാസീവ് വോയിസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഒരു സെന്റൻസ് പറയാം. നിങ്ങൾക്കത് ഒന്ന് അതിന്റെ പാസീവ് വോയിസ് ചെയ്താൻ പറ്റുമെന്ന് നോക്ക്. They teach, TEACH. They teach. ഞാൻ പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടാ. They are ഉണ്ട്, ഒരു ആറ് കൂടെ ഉണ്ട്. They are teaching, TEACHING, teaching English, ENGLISH, English poem, POEM, poem. They are teaching English poem. അതിന്റെ പാസീവ് വോയിസ് ഈ നിയമം വെച്ച് എഴുതാൻ പറ്റും. നോക്കിയേ, ഒബ്ജക്റ്റ് ആദ്യം എഴുതുന്നു, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, ബീയിങ് എഴുതുന്നു, വെർബിന് പാസ്റ്റ് വേർഡ്. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമേ ചെറുതായിട്ടൊന്ന് മിസ്റ്റേക്ക് പറ്റുള്ളൂ. English poem is being taught. ഓക്കെ, യെസ്, വരാനില്ല. എത്തിക്കോട്ടെ, എഴുതിക്കോ. ശരിയാണ്, കറക്റ്റ് ആണ്. മിയ എഴുതിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അനിത,
ഇംഗ്ലീഷ് പോയമാണ്. അപ്പൊ ഒരു പോയുള്ളൂ. അത് ശ്രദ്ധിച്ച് സന്ധ്യ എഴുതി. ഓക്കെ 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 സന്ധ്യ എഴുതി. ഇർഫാൻ എഴുതി. ഇനി സരീഷ് എഴുതി. ജിത, പ്രിയ, സുകന്യ, അനഘ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഓക്കെ രാജ്, ജിതിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഞാൻ എൻ്റെ ആൻസർ പറയാം. എഴുതാതിരിക്കുന്നവർക്ക് ഞാൻ എൻ്റെ ആൻസർ പറയാം. നിങ്ങളത് മനസ്സിൽ ചിന്തിച്ചതും ഇത് തന്നെയാണെന്ന് നോക്കാം കേട്ടോ. ദേ ആർ ടീച്ചിങ് ഇംഗ്ലീഷ് പോയം. അവര് ഇംഗ്ലീഷ് പോയം പഠിപ്പിക്കുകയാകുന്നു. എന്ത് പഠിപ്പിക്കുക? ഇംഗ്ലീഷ് പോയം. ഒബ്ജക്റ്റ് കിട്ടി, ഇംഗ്ലീഷ് പോയം. അപ്പൊ ഒബ്ജക്റ്റ് ആദ്യം എഴുതി ഇംഗ്ലീഷ് പോയം. ഇനി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. അപ്പൊ അതിനകത്ത് എന്ത് എഴുതണം? ഇംഗ്ലീഷ് പോയം. ഒരെണ്ണല്ലേ ഉള്ളൂ, പോയംസ് എന്നല്ല, പോയം. അപ്പൊ ഈസ്. പിന്നെ എന്ത് വേണം? ബീയിങ്, BEING, ബീയിങ്. പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പൊ നോക്കിയേ, ടീച്ച് എന്നാണ് വെർബ്, പഠിപ്പിക്കുക. എന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ടോട്ട്, TAUGHT, ടോട്ട്. അപ്പൊ നമുക്ക് പറയാം ഇംഗ്ലീഷ് പോയം ഈസ് ബീയിങ് ടോട്ട്. വേണമെങ്കിൽ ബൈ ദം എഴുതാം, അവിടെ തുടങ്ങിയിട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇംഗ്ലീഷ് പോയം ഈസ് ബീയിങ് ടോട്ട്, അത്രയും എഴുതാം. അടുത്തത് വേറെ സിമ്പിളായിട്ട് വാചകം പറയാം. ഐ ആം ലവിങ്, LOVING, ലവിങ്. I am loving India. I am loving India. INDIA. I am loving India. India is being loved. Okay. Well done. Okay. സന്ധ്യ എഴുതി. സുകന്യ എഴുതി. സരീഷ് എഴുതി. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, മിയ ഫുൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ജിത എഴുതി. ഓക്കെ 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 ഓക്കെ. പല്ലവി എഴുതി. ഓക്കെ. രാജി എഴുതി. ഇന്ത്യ ഈസ്. ഓക്കെ 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 ഓക്കെ. ശ്രുതി എഴുതി. ജയ, സുരേഷ് എഴുതി. ഓക്കെ 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 ഓക്കെ. ശരിയാണ്. അപ്പോ നമുക്ക് ഞാൻ കൂടി പറയാം. ഐ ആം ലവിങ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുകയാകുന്നു. ആരെ സ്നേഹിക്കുന്നു? ഇന്ത്യയെ. ഒബ്ജക്റ്റ് കിട്ടി ഇന്ത്യ. അപ്പൊ ഒബ്ജക്റ്റ് ആദ്യം എഴുതി. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി. അത് എഴുതി, ഈസ് എഴുതി. ഇന്ത്യ ഈസ് ബീയിങ്. ലവ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൗഡ്, LOVED, ലൗഡ് ബൈ മീ. അത് ഇതിനും കുഴപ്പമില്ല. ഇന്ത്യ ഈസ് ബീയിങ് ലൗഡ്. ഓക്കെ. നിങ്ങൾക്ക് വേറൊരു വാചകം പറയാം. WE, we are washing,
ASH, washing the room. We are washing the room. We are WASHING, washing the room. Okay. The room is being washed. Okay. അനിത എഴുതി. റൂംസിന്റെ ആണെങ്കിൽ അത് കറക്റ്റ് ആണ് കേട്ടോ. ഗോൾഡ്. അടുത്തത്. ഓക്കെ ഓക്കെ. ജിത, സുകന്യ, സന്ധ്യ, മിയ, പ്രിയ, മനീഷ, ഹരീഷ്, ജയ, സുവേഷ്. The room is being washed. Okay, 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 okay. Raji, okay, okay. Irfana, Aradi. റൂം ആയിരുന്നു. റൂം ഗോൾഡൻ റൂംസ് എന്നാ എഴുതിയത്. കുഴപ്പമില്ല. റൂംസ് ആണെങ്കിൽ അത് ആ തന്നെയാണ്. ഓക്കെ 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 ഓക്കെ. ഓക്കെ യെസ്. അപ്പൊ നമുക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ്. ആ പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെന്റൻസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ഐജി ആയിരിക്കും പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പ്രസന്റ് കണ്ടിന്യൂസ് ആയ വാചകത്തെ പാസീവ് വോയിസിലോട്ട് മാറ്റണമെങ്കിൽ ഓബ്ജക്റ്റ് ആദ്യം എഴുതുക, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് എഴുതുക, ബീയിങ് എഴുതുക, വെർബിന്റെ പാസ്റ്റ് പാർട്സ് ഉപയോഗിക്കുക. ഓക്കെ, അതിന്റെ പാസീവ് വോയിസ്. ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോ, എനിക്കൊരു ഡൗട്ട് ആയതിന്റെ പേരിലാണ് ചോദിക്കുന്നത്. നമ്മൾ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സിമ്പിൾ പ്രസന്റ് എപ്പോഴും പതിവിനെ സൂചിപ്പിക്കുന്ന സംഭവമാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാത്തൊരു പ്രവൃത്തിയാണെങ്കിൽ അത് ഡു നോട്ട് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഐ ഡു നോട്ട് റീഡ്, ഞാൻ വായിക്കാറില്ല. ഐ ഡു നോട്ട് സ്റ്റഡി, ഞാൻ പഠിക്കാറില്ല. ഐ ഡു നോട്ട് തിങ്ക്, ഞാൻ ചിന്തിക്കാറില്ല. അത് പ്രസന്റ് ടെൻസ് ആയിട്ടുള്ള ഒരു വാചകമാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം അത് നിങ്ങളൊന്ന് എഴുതി ദൂരോട്ട് വെച്ച്. ചെയ്യാത്തത്, പതിവായിട്ട് ചെയ്യാത്തത്. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പറയാം ഐ ഡു നോട്ട് യൂസ് ഇംഗ്ലീഷ് മെഡിസിൻ. ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ 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 ഓക്കെ. എനിക്ക് 2 ക്ലാസ് 2-3 ക്ലാസ് മുമ്പ് ഡൗട്ട് വന്നതിന്റെ പേരാണ്. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഇല്ല, സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞതാണെങ്കിൽ ഇത് പറഞ്ഞാൽ മതി കേട്ടോ. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് നെഗറ്റീവിനെ കുറിച്ച് പറഞ്ഞു. അതാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു ദിവസം നടന്ന സംഭവം പറയാനായിട്ട് പറഞ്ഞില്ലേ? എനിബഡി? ഓക്കെ 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 ഓക്കെ. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു ദിവസം നടന്ന സംഭവം പറയാനായിട്ട് പറഞ്ഞോ സിമ്പിൾ പാസ്റ്റില്? നോ. ഇല്ല സർ. ഓക്കെ 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 ഓക്കെ. ഓക്കെ, ശരി 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 ശരി. ഓക്കെ. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒരു കാര്യം പറയുകയാണ്. അതായത് സിമ്പിൾ പാസ്റ്റ്
സിമ്പിൾ പ്രസന്റ് നമ്മൾ പറഞ്ഞു സബ്ജക്ട് പ്ലസ് വെർബിന്റെ പ്രസന്റ്. സിമ്പിൾ പാസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നു സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആയി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വെന്റ് ടു ഡൽഹി. ഞാൻ എങ്ങോട്ട് പോയി? ഡൽഹിയിലേക്ക് പോയി. ഗോ പ്രസന്റേഴ്സ് ആണ്, എന്റെ പാസ്റ്റേഴ്സ് ആണെന്ന് വെന്റ് പോയി. ഐ വെന്റ് ടു ഡൽഹി, ഞാൻ ഡൽഹിയിലേക്ക് പോയി. അതുപോലെ തന്നെ ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. ഡ്രിങ്ക് പ്രസന്റേഴ്സ് ആണ്, എന്റെ പാസ്റ്റേഴ്സ് ആണ് ഡ്രാങ്ക്. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ, ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചു. ഡ്രിങ്കിന്റെ പാസ്റ്റേഴ്സ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ഉപയോഗിക്കുകയാണ് എങ്കിൽ നമുക്ക് അതിനകത്ത് പറയാം സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാം. സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും വരുന്ന ഒരു വാചകം നിങ്ങൾ പറഞ്ഞേ. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും വരുന്ന ഒരു വാചകം. Yes, I wrote a letter. She slept. Okay. I ate mango. Okay. I ate mango. I had mango എന്ന് പറയാൻ പറ്റും. His father died. Okay. I went to airport. I went to airport. ശരിയാണ്. അടുത്തത് I went to airport. Subject വെർബിന്റെ പാസ്റ്റ് ടെൻസ്. I went to airport. അടുത്തത് He went to Trivandrum. He went to Trivandrum. He caught a fish. Okay, Sarish. I I went to had my temple. breakfast. Okay, I had my breakfast. I had my breakfast. Okay, അല്ലെങ്കിൽ okay, okay. I took my breakfast. അടുത്തത് I wanted to medicine. And അതിന് മിസ്റ്റേക്ക് ഉണ്ട്. പാസ്റ്റ് ടെൻസ് വന്നില്ല. I wanted the medicine that. I took a book. സ്മൃതി ശരിയാണ്. I took a book. I talk a letter. ടോക്ക് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് അല്ല. ടോക്ക് TALK. I saw an accident yesterday. കൊള്ളാം. I drank a tea. The bird I flew went away. to Okay. I drank. Take present tense ആണ്. സരീഷ് അതിന്റെ പാസ്റ്റ് ടെൻസ് took എടുക്കുക. I took an apple. I went to temple. Hello. I went to temple. Okay, okay. I went to temple. ഭയങ്കര ക്ലാരിറ്റി കുറവ്. I went to temple. Okay. I passed my driving test. Very good. Anita. I passed my driving test. Simple past. Okay. She talked to me. Mia. ശരിയാണ്. She talked. TALK. Talked to me. അടുത്തത് ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വേറൊരു കാര്യം കൂടിയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇന്നിപ്പോ രാവിലെ നിങ്ങൾ എത്ര മണിക്കൂർ എഴുന്നേറ്റതാവട്ടെ, ഇപ്പൊ സമയം 12:06. പിന്നെ രാവിലെ മുതൽ ഇത്രയും സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. പാസ്റ്റ് ടെൻസിലുള്ളതാണ്. എവറിത്തിങ് പാസ്റ്റ്. രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, ഭക്ഷണം കഴിച്ചു, ഭക്ഷണം ഉണ്ടാക്കി, പഠിച്ചു, പത്രം വായിച്ചു. അപ്പൊ അത് ഇന്ന് നടന്ന സംഭവങ്ങൾ നിങ്ങളൊരു സിമ്പിൾ പാസ്റ്റ് എന്ന് പറയണം. ആരാണ് ധൈര്യസമേതം ആദ്യം പറയാവുന്നത്?
ഐ ആം റെഡി എന്ന് പറഞ്ഞ ആര് വരാം? Sir. യെസ്, വെരി ഗുഡ്. അഞ്ജലി അല്ലേ? ആ. ഓക്കെ ഓക്കെ അഞ്ജലി. അപ്പൊ ആദ്യമേ തന്നെ അഞ്ജലിക്ക് അഭിനന്ദനം. കാരണം ധൈര്യസമേതം ഒക്കെ റെഡി ആയിട്ട് വന്നില്ലേ, അത് തന്നെ അപ്രീസിയേഷൻ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, അപ്പൊ അഞ്ജലി വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ നമ്മൾ ഈ 12:06 വരെയുള്ള സമയത്തിനുള്ളിൽ ചെയ്ത കാര്യങ്ങളൊന്നും ഇംഗ്ലീഷ് പറയും. സിമ്പിൾ പാസ്, എല്ലാം കഴിഞ്ഞു പോയ സംഭവം. അപ്പൊ അത് സ്റ്റാർട്ടിംഗ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തുടങ്ങി വെക്കണം. നമുക്ക് വേണമെങ്കിൽ പറയാം, ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. പിന്നെ അടുത്ത സെന്റൻസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി, ഐ കുക്ക് മൈ ഫുഡ്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി. ഐ ടുക്ക് മൈ ബാത്ത്. ഞാനൊന്ന് കുളിച്ചു. ഓക്കെ 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 ആ, ഒന്ന് പറഞ്ഞോളൂ. ഗോൾഡ് എഴുതി കാണിച്ചാണ്. അഞ്ജലി പറഞ്ഞോളൂ. I woke up 6:30 in the morning. വെരി ഗുഡ്. ആ, Then I brushed my teeth. വെരി ഗുഡ്. Then went to kitchen and ഓക്കെ cooked my food. ഓക്കെ Then I washed my kitchen vessels. ഓക്കെ Then I washed my clothes. ഓക്കെ I went to my kids' ഓക്കെ school. ഓക്കെ Then get back my home. ഓക്കെ Got back my ഗെറ്റ് പാസ് ഗോട്ട് ബാക്ക്. got back my home. Then done my other home duties. ഓക്കെ Then മോർണിംഗ് സെഷൻ ക്ലാസ്. 10:30. ഓക്കെ, Okay. പറഞ്ഞു. Then 10:30 onwards, I listened my online class. ഓക്കെ Okay. That's That is- also. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. ഇത്രയും പറഞ്ഞല്ലോ. എത്ര മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ സിമ്പിൾ സബ്ജക്റ്റ് വെർബിന്റെ പാസസ് ഉപയോഗിച്ച് പറഞ്ഞു. അപ്പൊ അഞ്ജലി പറഞ്ഞപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആർക്കെങ്കിലും ഇനി ഞാൻ പറയാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാറാണ്. വേറൊന്നും വേണ്ട. നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ചെയ്ത കാര്യങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയുന്നു. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയുന്നു. യെസ്, ഇത് ആരുമില്ലാത്ത എനിബഡി? ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് പറയാൻ ആരുമില്ല. നമുക്ക് എന്തെങ്കിലും പറയുക എന്നുള്ള അത്യാവശ്യമാണ്. അപ്പൊ അതിന്റെ പേര് നമുക്ക് ധൈര്യമായിട്ട് പറയും. തെറ്റിക്കോട്ടെ. യെസ്, ഐ ആം റെഡി എന്ന് പറയൂ. ഐ ആം റെഡി എന്ന് ആരുമില്ല. ഓക്കെ 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 അനിത, അതൊന്നും പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റുമോ? Okay, sir, I will try. ഓക്കെ ഓക്കെ യു ട്രൈ. ഓക്കെ ഓക്കെ പറഞ്ഞു. I had hesitation to speak in this platform. ഓക്കെ I was so many, just shy, the stage fear. ഓക്കെ Okay, yes, I will try to speak with you. Uh, And I woke up 5 o'clock in the morning, ഓക്കെ and I cleaned up my home
and then I go to then I took a bath Okay. and I prayed. Okay. Then I finished my kitchen work Okay. and I uh, took ready Okay. my son Okay. for go to school Okay. and I dropped him to school. Okay. Dropped him in school. Then I came back. Okay. Yeah. Okay. That's all. Okay. ശരി. അത് മതി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് നെക്സ്റ്റ് ആരാണ്? ഐ ആം റെഡി എന്ന് പറയാവുന്ന ആരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ ലാസ്റ്റ് സമയം തികഞ്ഞില്ല. അവര് ഓരോരുത്തർ കഴിയുമ്പോൾ ഓരോരുത്തർ ക്യൂ ആയിട്ട് നിൽക്കുക. ഇനി ഞാൻ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇതിനകത്ത് ഞാൻ കുറെ കുട്ടികളെന്ന് പറയുന്നു ഇനി ആരെന്ന്. ഇങ്ങനെ വന്നാലും നമുക്ക് രണ്ടു വാക്ക് ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ? അപ്പൊ നമുക്ക് പറയാം. യെസ്, സന്ധ്യ പറഞ്ഞോളൂ. സന്ധ്യ. I wake up 5 o'clock in the morning. വെരി ഗുഡ്. Prayer after daily work. ഓക്കെ. ഓക്കെ, പറഞ്ഞോ, തെറ്റിക്കോട്ടെ. I cook my food. ഓക്കെ, ഐ കുക്ക് മൈ ഫുഡ്. ഭക്ഷണം റെഡിയായി. Wash dresses. ഓക്കെ, വാഷ് ദ ഡ്രസ്സസ്. ഓക്കെ. After ready to children go to school. Got the children ready. Okay. After call KCB. Yeah. പത്രം വായിച്ചോ? പത്രം വായിച്ചു പറയാം. ടി വി കുറച്ചു നേരം നോക്കിയോ? അത് പറയാം. മൊബൈൽ കുറച്ചു നേരം നോക്കിയോ? അത് പറയാം. അയൽക്കാരിയുമായിട്ട് സംസാരിച്ചോ? അത് പറയാം. ഇതൊക്കെ എടുക്കല്ലേ? യെസ്, അതൊക്കെ പറയും. കണക്ട് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് സിമ്പിൾ പാസ് വെർബിന്റെ പാസ് ഉപയോഗിച്ചാൽ മാത്രം മതി. അത്രേ ഉള്ളല്ലേ? ഓക്കെ. അത് കുറച്ച് ധൈര്യക്കുറവ് ഫീൽ ചെയ്തിട്ടാണ്. കുഴപ്പമില്ല, അന്നേരം അത്രയും പറയാൻ കാണിച്ചില്ലേ? വെരി ഗുഡ്. അപ്പൊ സന്ധ്യയുടെ കഴിഞ്ഞു. ഇനി അടുത്ത ആരാണ്? യെസ്, നെക്സ്റ്റ്. I am ready, sir. ഓക്കെ, വെരി ഗുഡ്. നെഹ്റിൻ, ഓക്കെ, പറഞ്ഞോ. My alarm clocks ring and I wake up feeling refreshed in mind. Okay. After good night's sleep, Okay. I brush my teeth. Okay. I head to the kitchen door, feeling refreshed and cooking ready in mind. Okay. I enjoy my breakfast. Okay. I get dressed in comfortable clothes. Okay. I commute to work. Okay. Then I rest. You got ready for the class? Yes. അത് പറഞ്ഞോളൂ. Then I prepared. I got ready for the class. I prepared. I got ready class. Okay, morning session of the class. Okay. പിന്നെ എനിത്തിങ് മോർ? ഇടയ്ക്ക് വിട്ടുപോയതെല്ലാം പറയാനുണ്ടെങ്കിൽ ചേർക്കാം. Then I continued in the class.
Now I am continuing the class. Okay, very good, very good, very good. അപ്പൊ അത് പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞു. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആ ഇനി അടുത്തതാരാണ്? നെക്സ്റ്റ് സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ട് ഒരു 5 വാചകം പറയാ പറഞ്ഞു കഴിഞ്ഞാൽ പറയട്ടെ. നിങ്ങളൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ പേരും ചോദിച്ചിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്താണെന്നറിയാലോ? പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. നിങ്ങൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പറയും. അപ്പൊ ആ സമയത്ത് നമുക്ക് പറയണ്ടേ, സാറേ ഞാൻ പരിചയമുള്ള കാര്യങ്ങൾ എഴുതി തരാം എന്ന് പറയാൻ പറ്റും. ഞാൻ എന്നെ എഴുത്തിലൂടെ വാക്കുകളിലൂടെ പരിചയപ്പെടുത്താന്നല്ലാതെ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ അത് പറയാനായിട്ടുള്ള ചലിപ്പൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഇന്ന് വീട്ടിൽ സംഭവിച്ചത്, ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ ചെയ്ത കാര്യം പറയുന്നു. യെസ്, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതിന് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഞാൻ പറയും, തെറ്റണെങ്കിൽ തെറ്റിക്കോട്ടെ. അപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളവർക്ക് ഒരു മനസ്സിലിപ്പോ തോന്നുന്ന വികാരം എന്താന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാല് ഒരു ചാൻസിന് കിട്ടിയ കുറച്ചുകൂടി നന്നായിട്ടേ പറയും. അങ്ങനെ അവർ ചിന്തിക്കേണ്ടത്. അപ്പൊ എന്ന് പറയുന്ന പോലെ പറയാത്തവർ ചിന്തിക്കുക. നിങ്ങൾ മനസ്സിലുണ്ട് എനിക്ക് പറഞ്ഞാൽ പോലെ നീ അത് പറഞ്ഞിട്ട് ഇനി ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അടുത്തതാരാണ്? യെസ്, റെസ്പോൺസ് വളരെ മോശമുള്ള ഇരുപടി 3 പേരാണ്ട് പറഞ്ഞതാണ്. യെസ്, നെക്സ്റ്റ് ഈസ് ഐ ആം റെഡി എന്ന് പറ. അടുത്തതാര് പറയുന്നു? ഐ ആം റെഡി. I am ready to say. I am ready to say. ആര് പറയുന്നു? I am ready to say. ആരുമില്ല, ആരുമില്ല. ഇന്നുകൂടി യെസ്, രാജി പറഞ്ഞോളൂ. കുറച്ചു നേരമായി നിങ്ങൾ മനസ്സിൽ പറയണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, പറഞ്ഞു പോയി കഴിഞ്ഞാൽ തെറ്റോന്നുള്ള ഒരു പേടിയുണ്ട്. തെറ്റ് അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. തെറ്റ് അതിന്റെ നമുക്ക് വിഷയമേ അല്ല. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾ തെറ്റ് പറയുമ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്യുമല്ലോ. പേരിനെ പേടിക്കാനുള്ള അതിവിടെ നമ്മൾ ആരെയും കഴിയാനൊന്നുമില്ല. പിന്നെ എന്താ പ്രശ്നമുള്ളത്? നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ, ക്യാരി ഓൺ. I woke up at 6:13 in the morning. Okay, okay. I finished my kitchen work. Okay. I finished my kitchen work. After I made breakfast. Okay. I got ready my son to school. Okay. I cleaned my house. Okay. പറയാൻ കിട്ടില്ല. പറഞ്ഞോ. പത്രം വായിച്ചോ? അത് പറയാ. ടി വി കുറച്ചു നേരം നോക്കിയോ? അത് പറയാ. അച്ഛനുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചോ? ആരെങ്കിലും ഫോൺ ചെയ്തോ? അത് പറയാം. അങ്ങനൊക്കെ എടുക്കല കാര്യങ്ങള്. ഉച്ചക്ക് വേണ്ടത് ലഞ്ച് റെഡിയാക്കിയോ? മലയാളത്തിലാണ് പറയാൻ പറ്റുന്നുണ്ട്, ഇംഗ്ലീഷിലേക്ക് കിട്ടുന്നില്ല. ഇംഗ്ലീഷിൽ തന്നെ വരണം നമുക്ക്, എന്നാലേ നമുക്ക് ഇംഗ്ലീഷിലല്ലേ പറയാം. ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് ഇംഗ്ലീഷിലല്ലേ. റെമിഡിയേഷൻ എഴുതിയിട്ടുണ്ട്. I woke up at 6 AM in the morning. I went to fresh up. I prayed. Okay, പറഞ്ഞോ. ഇനി മനസ്സിൽ ഉദ്ദേശിച്ചത് എന്താണ്? മനസ്സിൽ ഉദ്ദേശിച്ചത് പറ. മലയാളത്തിൽ പറഞ്ഞാൽ മലയാളത്തിൽ പറയൂ. മനസ്സിൽ ഉദ്ദേശിച്ചത് എന്താണ്? സിമ്പിളായ കാര്യം പറയും. സാറ് പറഞ്ഞ പത്രം വായിച്ചു, ടിവി കണ്ടു. നമുക്ക് നിർത്താം. ഞാൻ പത്രം വായിച്ചു. ഞാൻ എന്നുള്ളത് എന്താണ്? വായിച്ചു എന്നുള്ളത് എന്താണ്? റീഡിന്റെ പാസ്റ്റ്.
അല്ല റെഡ് റീഡിന്റെ പാസൻസ് റെഡ് ആണ്. ഐ എന്ത് വായിച്ചു? ഒബ്ജക്റ്റ് മൂന്നാമത് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ് ഐ റെഡ് ന്യൂസ് പേപ്പർ. റെഡ് ന്യൂസ് പേപ്പർ. കുറച്ച് സമയം എന്നുള്ളതിന് സം ടൈം. ഐ റീഡ് ന്യൂസ് പേപ്പർ സം ടൈം. കുറച്ച് സമയം ഞാൻ എന്ത് ചെയ്തു? പത്രം വായിച്ചു. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ ശരിയായില്ലേ? അപ്പൊ സബ്ജക്റ്റായി വെർബായി ഒബ്ജക്റ്റായി. ഇനി അടുത്തത് മലയാളത്തിൽ ഉദ്ദേശിച്ച് ഞാൻ കുറച്ചു നേരം ടി വി കണ്ടു. ഞാൻ കണ്ടു. എന്ത് കണ്ടു? ടി വി കണ്ടു. ആ രീതിയിൽ പറയണം കേട്ടോ. ഞാൻ ഐ കാണുക എന്നുള്ളതിന് ടി വിയിലൊക്കെ നോക്കുമ്പോൾ വാച്ച് എന്ന് പറയാം. WATC. അതിന്റെ പാസ്റ്റ് വാച്ച്. ഐ വാച്ച് എന്ത്? ടി വി. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സം ടൈം എന്ന് പറയാം. അല്ലെങ്കിൽ കുറച്ച് സമയം എന്നുള്ളത് വേറെ വാക്കുണ്ട്. ഫോർ എ വൈ എന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഐ വാച്ച് ടി വി ഇൻ ദ മോർണിംഗ്. രാവിലെ കുറച്ച് സമയം നമ്മൾ ടി വി കണ്ടു. ഓക്കെ, സിമ്പിൾ ആയില്ലേ? ഐ വാച്ച് ടി വി. അടുത്തത് എല്ലാം ഈ ക്രമം സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആ രീതി ഒന്ന് അവലംബിച്ചാൽ മതി. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് മാനർ പ്ലേസ് ടൈം. അത് ആ ക്രമം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് മലയാളത്തിൽ ഉദ്ദേശിച്ചത് കുറച്ചു നേരം കുട്ടികളുടെ കൂടെ കളിച്ചു. അപ്പോ ഞാൻ കളിച്ചു. ഐ പ്ലേഡ്. ഐ പ്ലേഡ്. ഐ പ്ലേഡ് ആരുടെ കൂടെ? കുട്ടികളുടെ കൂടെ. കൂടെ എന്നുള്ളൊരു പ്രപ്പോസിഷൻ വിത്ത്. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ്. ആരുടെ കൂടെ? കുട്ടികളുടെ കൂടെ. ചിൽഡ്രൻ. ഐ പ്ലേഡ് വിത്ത് ചിൽഡ്രൻ. സെന്റൻസ് കറക്റ്റ് ആയി. നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ മതി. ഐ പ്ലേഡ് വിത്ത് ചിൽഡ്രൻ. കുട്ടികളുടെ കൂടെ. ഓക്കെ, പിന്നെ I cleaned dress washing. Dress washing. I washed clothes. Dress. I washed my clothes. അതേപോലെ ഞാൻ വാഷ് ചെയ്തു എന്ത്? ഡ്രസ്സ് അല്ലെങ്കിൽ ക്ലോത്ത്, തുണികളൊക്കെ ഞാൻ വാഷ് ചെയ്തു. ഓക്കെ 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 താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. ഇത്രയും പറഞ്ഞല്ലോ. അപ്പൊ മനസ്സിലായി ഉണ്ട്. അത് പറയാനുള്ളൊരു മനസ്സും കാണിക്കുകയും ചെയ്തു. കൺഗ്രാജുലേഷൻ. ഓക്കെ, ഒരാൾക്ക് കൂടി അവസരം തരാം കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരാൾക്ക് കൂടി അവസരം തരാം. നെക്സ്റ്റ് പേഴ്സൺ ആരെങ്കിലും ഒരാള് കേട്ടാ. രാജിക്ക് പറയാനായിട്ട് ഉള്ളത് മലയാളത്തിലെങ്കിലും പറയും, പിന്നെ ഇംഗ്ലീഷിലോട്ടൊക്കെ ട്രാൻസ്ലേറ്റ് പറഞ്ഞല്ലോ. അതുപോലെ ബാക്കി ഞാൻ നിങ്ങളെ സഹായിക്കില്ലേ? യെസ്, ഹു ഈസ് നെക്സ്റ്റ്? യെസ്, പ്രിയ. പറഞ്ഞോളൂ പ്രിയ. I wake up at 9 o'clock in the morning. Very good. I take my medicine and drinking water and eating. I will rest for just a few minutes. I attend the morning class. Okay. കഴിഞ്ഞോ? കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യണു. I attended the class. നേരം വൈകിയല്ലേ എണീറ്റത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. ഓക്കെ 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 ഓക്കെ. സൗണ്ട് ക്ലിയർ ആവാത്തൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്ക് സൗണ്ട് അധികം സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ശരിയാണെന്ന് അറിയാൻ വേണ്ടിട്ട് പറഞ്ഞതാ. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. സബ്ജക്ട് ഉപയോഗിക്കുന്നു, പിന്നെ പാസ്റ്റ് ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും കൂടി ക്രോഡീകരിക്കുകയാണ്. നമ്മളിപ്പോ 4 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്. 4 ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ 4ാമത്തെ ഒരു ടെൻസിന്റെ പറഞ്ഞ ടെൻസിന്റെ, അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ആയ ടെൻസിന്റെ പാസീവ് വോയിസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത് പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ing ആണ്. അതിന്റെ പാസീവ് വോയിസ് നമ്മൾ എഴുതുമ്പോൾ ഓബ്ജക്റ്റ് ആദ്യം എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, ബീയിങ് എഴുതി, പിന്നെ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് നമ്മൾ സൂചിപ്പിച്ചു വെച്ചത്. അപ്പൊ 4 ടെൻസും ഒരു ടെൻസിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇന്ന് നമ്മൾ പറഞ്ഞ
പ്രസന്റ് കണ്ടിന്യൂസോ അതിന്റെ പാസീവ് വോയിസോ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. പ്രസന്റ് ടെൻസോ പ്രസന്റ് കണ്ടിന്യൂസോ അതിന്റെ പാസീവ് വോയിസിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം ഡൗട്ടുള്ള കാര്യം ആരും പറയുന്നില്ല. ഓക്കെ, അപ്പോ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആവുക. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതുന്നതിനോടൊപ്പം തന്നെ പറയാനുമായിട്ടുള്ളൊരു എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതുന്നതിനോടൊപ്പം തന്നെ പറയാനായിട്ടുള്ളൊരു താല്പര്യം കൊണ്ട് നിങ്ങൾ കാണിക്കുക. കാരണം പറയുക എന്നുള്ളതും നമുക്ക് ജോലി കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ പേരിൽ അതുകൂടി നിങ്ങളൊന്ന് കാണിക്കുക. സോ എവരിബഡി, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പൊ അന്ന് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യും. പാസ്റ്റ് കണ്ടിന്യൂസ് അത് ഓർത്തിരിക്കുക. പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ, താങ്ക് യു സർ. വെൽക്കം. Thank you, sir. ഓക്കെ, വെൽക്കം.